ഒരുപക്ഷെ നിങ്ങളോട് ആരും ഇതുവരെ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ഇഷ്ടം പോലെ ആളുകൾ വേറെ രാജ്യങ്ങളിൽ പഠിക്കാൻ പോകുന്നുണ്ട്, ജോലിക്ക് പോകുന്നുണ്ട്. അപ്പം ഇവിടെയെല്ലാം ഇവര് ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ പ്രശ്നമാണ് ഈ വിയർപ്പ് മണം എന്ന് പറയുന്നത്. അപ്പം ഞാനിപ്പോൾ കാനഡയിലാണ് താമസിക്കുന്നത്. ഇവിടുത്തെ കൾച്ചർ അനുസരിച്ച് നമ്മൾ ക്ലീൻ ആയിട്ട് നടക്കുക എന്നുള്ളത് ഇവിടുത്തെ സമൂഹത്തിനോട് നമ്മൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇവിടെയുള്ള ആളുകളോട് നമ്മൾ കാണിക്കുന്ന റെസ്പെക്റ്റിന് തുല്യമാണ്. ഓക്കെ, അപ്പം നമ്മളിവിടെ എന്ത് ഫാൻസി ഡ്രസ് ഇട്ട് നടന്നാലും, എന്ത് ലേറ്റസ്റ്റ് മോഡൽ ഷൂവോ ഫോണോ ഗാഡ്ജറ്റ്സോ എന്തൊക്കെ വാങ്ങി നമ്മൾ നടന്നാലും, നമ്മളിൽ ഈ വിയർപ്പണമായിട്ടാണ് നമ്മൾ ഈ സൊസൈറ്റിയിൽ ഇറങ്ങി നടക്കുന്നതെങ്കിൽ ആൾക്കാർ അത് വെച്ച് നമ്മളെ ജഡ്ജ് ചെയ്യും. എങ്ങനെയാണ് ചില ആളുകളിൽ ഈ വിയർപ്പണം കൂടുതലും ചില ആളുകളിൽ കുറവും വരുന്നത്? അപ്പം ഇതിനുള്ള കുറച്ച് ഫാക്ടേഴ്സ് ഞാൻ പറയാം. ജെനറ്റിക്സ് ഇതിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ഡയറ്റ്, അതായത് നിങ്ങളിപ്പം വെളുത്തുള്ളി, സവോള, സ്പൈസി ഫുഡ് ഇതൊക്കെ കൂടുതൽ കഴിക്കുന്നതാണെങ്കിൽ വിയർപ്പണം കൂടുതൽ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളിലുള്ള ഹോർമോൺസ്, ഇനി നിങ്ങൾ കൂടുതൽ സ്ട്രെസ്ഡ് ആകുന്ന ആൾക്കാരാണെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന റിയാക്ഷൻസ് കാരണം കൂടുതൽ വിയർപ്പണം ഉണ്ടാകാം. അപ്പോൾ നമ്മളിലുള്ള രണ്ട് തരം സ്വിറ്റ് ഗ്ലാൻഡ്സിൽ ഒന്നാമത്തെ സംഭവമാണ്, മെയിൻ ടൈപ്പാണ് എക്രിൻ ഗ്ലാൻഡ്. അപ്പോൾ എക്രിൻ ഗ്ലാൻഡ് ഇതുപോലെ തന്നെ വിയർപ്പുണ്ടാക്കും. പക്ഷേ ആ വിയർപ്പിലെ മെയിൻ കണ്ടൻസ് എന്ന് പറയുന്നത് വാട്ടർ ആൻഡ് സോൾട്ട് ആയിരിക്കും. വെള്ളവും ഉപ്പും പിന്നെ കുറച്ച് മിനറൽസും. ഇവയ്ക്ക് പ്രത്യക്ഷത്തിൽ വലിയ മണമൊന്നും ഇല്ലാത്തൊരു സംഭവമാണ്. രണ്ടാമത്തെ ഗ്ലാൻഡിന്റെ പേരാണ് ആപ്പക്രിൻ ഗ്ലാൻഡ്. ഈ ആപ്പക്രിൻ ഗ്ലാൻഡ് ഉണ്ടാക്കുന്ന വിയർപ്പിന് തിക്നെസ് കൂടുതലായിരിക്കും. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അതിൽ പ്രോട്ടീൻസ് കാണും, അതിൽ ഈ ഓർഗാനിക് കോമ്പൗണ്ട്സ്, അതായത് ഫാറ്റ്സ് കാണും, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ കാണും. അപ്പം ഈ ആപ്പക്രിൻ ഗ്ലാൻഡ് ഉണ്ടാക്കുന്ന ഈ ഒരു വിയർപ്പാണ് പിന്നീട് ഈ വിയർപ്പ് മണത്തിലേക്ക് നയിക്കുന്നത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ബോഡിയിൽ ഇഷ്ടം പോലെ നാച്ചുറൽ ബാക്ടീരിയ ഉണ്ടെന്ന് നമുക്കറിയാം, റൈറ്റ്? അപ്പോൾ ഈ ആപ്പക്രിൻ ഗ്ലാൻഡ് ഈ പ്രോട്ടീനും ഫാറ്റും ഇതൊക്കെയുള്ള ഒരു തിക്കർ സെറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ബാക്ടീരിയ ഈ പ്രോട്ടീൻ ആൻഡ് ഫാറ്റ് ആൻഡ് അതർ സംഭവങ്ങളെ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു റിയാക്ഷന്റെ ഫലമായിട്ടാണ് ഈ വിയർപ്പ് മണം എന്ന് പറയുന്ന സംഭവം ഉണ്ടാകുന്നത്. വിയർപ്പ് മണം മാറണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട രണ്ട് സാധനങ്ങളാണ് ഡിയോഡറന്റ് ആൻഡ് ആന്റിപ്രസ്പിറന്റ്. അപ്പം ഡിയോഡറന്റ് എന്താ ചെയ്യുക എന്ന് വെച്ചാൽ, അത് ബേസിക്കലി ഞാൻ ഈ ബോഡിയിലുണ്ടാകുന്ന ബാക്ടീരിയയുടെ കാര്യം പറഞ്ഞില്ലേ, അത് ബേസിക്കലി ഒന്നെങ്കിൽ ആ ബാക്ടീരിയ എല്ലാം കൊന്നു കളയും, അല്ലെങ്കിൽ ആ ബാക്ടീരിയ ഉള്ള സ്ഥലത്ത് നമ്മൾ ഈ സാധനം അടിക്കുമ്പോൾ അവിടെ ഒരു അസിഡിക് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഉണ്ടാകും. അവിടെ ബാക്ടീരിയക്ക് വളരാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ ബാക്ടീരിയയുടെ എണ്ണം കുറയുകയും വിയർപ്പ് മണം കുറയുകയും ചെയ്യും. പക്ഷേ ആന്റിപ്രസ്പിറന്റ് എന്ന് പറയുന്ന സംഭവം എങ്ങനെയാണ് വർക്കാകുന്നതെന്ന് വെച്ചാൽ, ഈ വിയർപ്പുണ്ടാക്കുന്ന ഗ്രന്ഥികളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ ഗ്രന്ഥികളെ ഇവ ടെമ്പററി ആയിട്ട് ബ്ലോക്ക് ചെയ്യും. അപ്പം അതിന്റെ എഫക്ട് നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മൾ വിയർക്കത്തില്ല. വിയർപ്പുണ്ടാകാത്തപ്പം ഒബ്വിയസ്ലി അവിടെ വിയർപ്പ് മണം ഉണ്ടാകാനുള്ള ചാൻസും കുറവാണ്. ഇതിലേതാ നല്ലതെന്നുള്ളത് നിങ്ങൾ തന്നെ ചൂസ് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. എഗെയിൻ, ഇത് യൂസ് ചെയ്യുകയോ യൂസ് ചെയ്യാതിരിക്കുകയോ അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം. ഇതിനെപ്പറ്റി ജസ്റ്റ് ഇൻഫർമേഷൻ പറയുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഇന്നത്തെ ലക്ഷ്യം. എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ കൂടെ നടക്കുന്ന ആർക്കെങ്കിലും ഇങ്ങനെ ഒരു വിയർപ്പണമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ്, ചിലപ്പോൾ അവർക്ക് അറിയത്തില്ലായിരിക്കും. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യത്തില്ല, ബാക്കിയുള്ളവർക്കായിരിക്കും അത് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് അവർക്ക് പറഞ്ഞു കൊടുക്കുക, ലൈക്ക് ഇങ്ങനൊരു സ്മെൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അതെങ്ങനെ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ഡിയോഡറന്റ് യൂസ് ചെയ്യുക, ആന്റിപ്രസ്പിറന്റ് യൂസ് ചെയ്യുക. കാരണം ഇത് ഞാൻ പറഞ്ഞില്ല, ഇവരൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇവരൊരു സൊസൈറ്റിയിൽ ഇറങ്ങി നടക്കുമ്പോഴോ ബാക്കി ആളുകൾ ഇവരെ ജഡ്ജ് ചെയ്യുന്നത് ഈ സ്മെല്ലിന്റെയും പേഴ്സണൽ ഹൈജീൻ്റെ ഒക്കെ കാര്യം വെച്ചാണ്. അപ്പം അവരുടെ ലൈഫിനെ പല രീതിയിലും ഇത് അഫക്റ്റ് ചെയ്യാം. അപ്പം ആസ് എ ഗുഡ് ഫ്രണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ കാര്യമാണ് ഇങ്ങനെ ഒരു കാര്യം നോട്ട് ചെയ്താൽ അവരെ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുക. ഓക്കെ, അപ്പോൾ നാളെ എന്തെങ്കിലും വേറെ ടോപ്പിക്കായിട്ട് വരാം. ചിയേഴ്സ്.